അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം പട്നയിൽ തുടരുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിലാണ് യോഗം. യോഗത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസ്, തൃണമൂൽ, DMK, ആം ആദ്മി, സമാജ്വാദി പാർട്ടി, CPIM, CPI, RJD, JDU, NCP, ശിവസേന, ഉദ്ധവ് താക്കറെ എന്നിവരടക്കം 20 കക്ഷികളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ യോഗത്തിൽ നിന്ന് BSPയും BRSും വിട്ടുനിൽക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, എന്തൊക്കെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം? കോൺഗ്രസിനെ തന്നെ മുന്നിൽ നിർത്തിയുള്ള പ്രതിരോധത്തിലേക്കാണോ? എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്ട്രാറ്റജികൾ? അജിംഷാദ്, പ്രധാനമായും 2024 നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ന് ആ യോഗം ചേർന്നത്. പ്രധാനമായും യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള മാർഗരേഖകളാണ് ചർച്ചയായതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് 3:30 വരെയായിരുന്നു യോഗം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ ആ യോഗം ഇതുവരെയും അവസാനിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. 3:30 വരെ യോഗം, അതിനുശേഷം ഒരു അരമണിക്കൂർ വാർത്താ സമ്മേളനമായിരുന്നു നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ അത് അവസാനിച്ചിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും BJPയെ ഏത് വിധേനയും പരാജയപ്പെടുത്തണം, അതിനായി ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ യോഗം ചേർന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിലാണ് യോഗം തുടരുന്നത്. തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ ആ യോഗത്തിൽ നേതൃത്വം വഹിക്കുന്നു. കൂടാതെ 15 പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നായി 30ഓളം നേതാക്കളാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതോടൊപ്പം CPI ജനറൽ സെക്രട്ടറി D. രാജ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെയുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ, തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അഖിലേഷ് യാദവ് അടക്കം പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെല്ലാം എന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും BRS അടക്കമുള്ള, അജിംഷാദ് സൂചിപ്പിച്ച പോലെ BRS അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ 2-3 പാർട്ടികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനുള്ള മാർഗരേഖ ചർച്ച ചെയ്യുക എന്നതാണ് പ്രധാനമായും ഉയർന്ന ഒരു വിഷയം. കൂടാതെ ആര് നേതൃത്വം വഹിക്കുമെന്ന കാര്യങ്ങളൊന്നും ഇതുവരെ ചർച്ചയായില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വേറെ രീതിയിലേക്കുള്ള ഒരു ഭിന്നിപ്പിലേക്ക് പോകുമോ എന്ന കാര്യത്തിലടക്കം കാരണമാകും. തുടങ്ങിയ സാധ്യതകളെല്ലാം എല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാവരുടെ തീരുമാനം ഒരുപോലെ നടപ്പാക്കാം എന്ന രീതിയിൽ തന്നെയാണ്, ഒരുപോലെ ഒറ്റക്കെട്ടായി തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗം ഒരു രാജ്യത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന ഒരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയത്. 2024 ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒത്തുചേർന്ന ഈ യോഗത്തിൽ BJPയെ ഒത്തുചേർന്നുകൊണ്ട് 2024 പ്രതിപക്ഷ പാർട്ടികൾ BJPയെ പരാജയപ്പെടുത്തും എന്നൊരു കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി ഈ യോഗത്തിന് എത്തുന്നതിന് മുന്നോടിയായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കൂടാതെ കോൺഗ്രസിന്റെ ആശയം ഭാരത് ജോഡോ എന്നതാണെന്നും അതോടൊപ്പം തന്നെ BJPയുടേത് ഭാരത് തോഡോ എന്ന ആശയമാണെന്നും ഒരു വിമർശനം കൂടി രാഹുൽ ഗാന്ധി ഇതോടൊപ്പം നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ പ്രതിപക്ഷത്തിന്റെ യോഗത്തെ വിമർശിച്ചുകൊണ്ട് BJP രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊരു ഫോട്ടോ സെഷൻ എന്നൊരു വിമർശനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. കൂടാതെ ഇത് പ്രതിപക്ഷ ഐക്യം എന്നത് ഒരിക്കലും സാധ്യമല്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും നിലവിൽ അവിടെ യോഗം ചേരുകയാണ്. 15 പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നായി 30ഓളം നേതാക്കളാണ് അവിടെ പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും BJPയെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ, അതിനുവേണ്ടിയുള്ള ഒരു ഒറ്റക്കെട്ടായി അതിന് നിൽക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യോഗം ബീഹാറിൽ ചേരുന്നത്. അജിംഷാദ്. ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.